ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ബാബയുടെ 2 കാർഡ് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ദൈവത്തിനെ മനസ്സിൽ വിചാരിച്ച് ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യാം. കാർഡ് നമ്പർ 1 അല്ലെങ്കിൽ കാർഡ് നമ്പർ 2. ഓക്കെ, സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. കാർഡ് നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് ദി സ്പിരിച്വൽ ടീച്ചർ. ഇതിൽ നിങ്ങളേറെ കാലമായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച അല്ലെങ്കിൽ പ്രാർത്ഥിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടിയതായിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങളിൽ നിന്നും ഭഗവാൻ ആ നന്ദി പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എന്നും നിങ്ങൾക്ക് ആ ഒരു കാര്യം ഭഗവാൻ സാധിച്ചു തന്നതിൽ നിങ്ങൾക്ക് നന്ദി വേണം. ആ ഒരു സ്മരണയിൽ വേണം ഇനി നിങ്ങൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഒരിക്കലും നിങ്ങൾ ദൈവത്തെ മറന്ന് ജീവിക്കരുത് എന്നുള്ളൊരു മെസ്സേജാണ് ഇതിലൂടെ കിട്ടുന്നത്. സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവർക്ക് ഈഗോയാണ് വന്നിരിക്കുന്നത്. ഈഗോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ എന്നൊക്കെ ഉള്ളൊരു ഭാവം, അത് എപ്പോഴും റിലേഷൻഷിപ്പിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ പിടിവാശി കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിവെക്കണം. ഈഗോ പോയാൽ മാത്രമേ മനഃശാന്തി കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഈഗോ കൊണ്ട് വലിച്ചുകൊണ്ട് പോകരുത് എന്നുള്ളതാണ് ദൈവം ഇവിടെ പറയുന്നത്. ഫ്രീ ആക്കുക, മൈൻഡ് ഫ്രീ ആക്കുക.